ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. മഹത്വവും തേജസ്സും ധരിച്ചിടുന്നു തിരശീല പോൽ മാനത്തെ വിരിപ്പോ. മഹത്വവും തേജസ്സും ധരിച്ചിടുന്നു തിരശീല പോൽ മാനത്തെ വിരിപ്പോ. മേഘങ്ങളെ തന്റെ തേരാക്കിയും കാറ്റിൻ ചിറകിൻ മീതെ സഞ്ചരിക്കുന്നു. മേഘങ്ങളെ തന്റെ തേരാക്കിയും കാറ്റിൻ ചിറകിൻ മീതെ സഞ്ചരിക്കുന്നു. ആ എന്റെ ദൈവമോ അവനുന്നതനല്ലോ, എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. ആ എന്റെ ദൈവമോ അവനുന്നതനല്ലോ, എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. കാറ്റിനെ തൻ ദൂതന്മാരായി നിയമിക്കുന്നു, അഗ്നിജ്വാലയെ തന്റെ സേവകരായും. കാറ്റിനെ തൻ ദൂതന്മാരായി നിയമിക്കുന്നു, അഗ്നിജ്വാലയെ തന്റെ സേവകരായും. മരണപാതാളത്തിൻ താക്കോലുള്ളവൻ, എന്നേക്കും നിത്യജീവനേകിടുന്നവൻ. മരണപാതാളത്തിൻ താക്കോലുള്ളവൻ, എന്നേക്കും നിത്യജീവനേകിടുന്നവൻ. ആ എന്റെ ദൈവമോ അവനുന്നതനല്ലോ, എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. ആ എന്റെ ദൈവമോ അവനുന്നതനല്ലോ, എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. മാറത്തു പൊൻകച്ചയണിഞ്ഞവനായി 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും. അവൻ മൊഴി ഹിമത്തേക്കാൾ വെണ്മയുള്ളതും, കണ്ണുകളോ അഗ്നിജ്വാലയ്ക്കൊത്തതും. അവൻ മൊഴി ഹിമത്തേക്കാൾ വെണ്മയുള്ളതും,
എന്റെ ദൈവമോ അവനുന്നതനല്ലോ, എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. എൻ മനമെന്നും വാഴ്ത്തിയിടുമേ, സ്തുത്യനാം ദൈവത്തെ പുകഴ്ത്തിയിടുമേ. എൻ മനമെന്നും വാഴ്ത്തിയിടുമേ, സ്തുത്യനാം ദൈവത്തെ പുകഴ്ത്തിയിടുമേ. സർവമഹത്വത്തിനും യോഗ്യനവൻ, യാഹെന്നല്ലോ അവൻ ശ്രേഷ്ഠനാമം. സർവമഹത്വത്തിനും യോഗ്യനവൻ, യാഹെന്നല്ലോ അവൻ ശ്രേഷ്ഠനാമം. എന്റെ ദൈവമോ അവനുന്നതനല്ലോ, എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. എന്റെ ദൈവമോ അവനുന്നതനല്ലോ, എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട്, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കവോന്യ ഭാഷയിൽ നിലവിളിച്ച് പറഞ്ഞു. ബർണബാസിനെ ഇന്ദ്രനെന്നും പൗലോസ് മുഖ്യപ്രസംഗിയാകിയാൽ അവന് ബുധനെന്നും പേർ വിളിച്ചു. പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തിങ്കൽ കൊണ്ടുവന്ന് പുരുഷാരത്തോടുകൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു. ഇത് അപ്പോസ്തോലന്മാരായ ബർണബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ചു പറഞ്ഞത്, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നതായ വചനമാണ് നാം കേട്ടത്. നിങ്ങൾ വ്യർത്ഥകാര്യങ്ങളെ വിട്ട് സുവിശേഷത്തിലേക്ക് തിരിയണം, ക്രിസ്തുവിലേക്ക് തിരിയണം. മനുഷ്യരെ പൂജിക്കുന്നതിൽ നിന്ന് ക്രിസ്തുവിലേക്ക് തിരിയണം. നിങ്ങൾ മനുഷ്യരെ പൂജിക്കുന്നവരാകരുത്. മനുഷ്യരെ പൂജിക്കുന്നതിൽ നിന്ന് മനുഷ്യനെ മാറ്റിയെടുക്കുക പ്രയാസമാണ്. മനുഷ്യനെ പൂജിക്കാൻ മനുഷ്യന് താല്പര്യം എക്കാലത്തുമുണ്ട്. അതുകൊണ്ട് മനുഷ്യരെ പൂജിക്കാൻ വന്നവരെ അപ്പോസ്തലനായ പൗലോസ് നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ടിട്ട് ജീവനുള്ള ക്രിസ്തുവിലേക്ക് തിരിയണം, സുവിശേഷത്തിലേക്ക് തിരിയണമെന്ന് അപ്പോസ്തലൻ അവരെ ഓർപ്പിക്കുകയാണ്. ദൈവമക്കളെ, മനുഷ്യൻ തിരിയേണ്ടത് എങ്ങോട്ടാണ്? മനുഷ്യരായ നാം ആത്മാവിൽ ജീവൻ പ്രാപിച്ചാൽ, ആത്മാവിൽ ജനിച്ചാൽ നാം എങ്ങോട്ടാണ് തിരിയേണ്ടത്? നാം നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തിന്, സന്തോഷത്തിന്, അഭിവൃദ്ധിക്ക്, ഐശ്വര്യത്തിന്, പാപമോചനത്തിന്, കുടുംബസമാധാനത്തിന് നാം എങ്ങോട്ടാണ് തിരിയേണ്ടത്? ഹോശയ്യ 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വായിക്കാം. 16-ാം വാക്യം ഞാൻ പറയാം. ജനം തിരിയുന്നുവെങ്കിലും മുകളിലേക്കല്ല തിരിയുന്നത്. തിരിയുന്നുണ്ടവര്, പക്ഷേ അവർ തിരിയുന്നത് മുകളിലേക്കല്ല. പിന്നെ അവർ എങ്ങോട്ടാണ് തിരിയുന്നത്? 14-ാം വാക്യം വായിക്കാം. ഹോശയ്യ 7:14. അവർ ഹൃദയപൂർവ്വം എന്നോട് നിലവിളിക്കാതെ കിടക്കയിൽ വെച്ച് മുറയിടുന്നു. അവർ ധാന്യവും വീഞ്ഞു നിമിത്തം ഒന്നിച്ചുകൂടുന്നു. അവർ എന്നോട് മത്സരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജനം ദൈവത്തിങ്കിലേക്കല്ല തിരിയുന്നത്, മാനസാന്തരത്തേക്കല്ല തിരിയുന്നത്, ക്രിസ്തുവിലേക്കല്ല തിരിയുന്നത്, ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്കല്ല തിരിയുന്നത്, ക്രിസ്തുവിൻ്റെ ക്രൂശ് ബലിയിലേക്കല്ല തിരിയുന്നത്, ക്രിസ്തുവിൻ്റെ രക്തത്തിലേക്കല്ല തിരിയുന്നത്. ജനം തിരിയുന്നത്, അവർ മുറവിളിയും കൊണ്ട് അവർ ഉത്സവത്തിലേക്ക് തിരിയുന്നു. നാം ഇങ്ങനെയാണ് വായിച്ചത്, ആഘോഷങ്ങളിലേക്ക് തിരിയുന്നു. ജനം പെരുന്നാളുകളിലേക്ക് തിരിയുന്നു, ആചാരങ്ങളിലേക്ക് തിരിയുന്നു,
ആഘോഷങ്ങളിലേക്ക് തിരിയുന്നു, ആൾക്കൂട്ടത്തിലേക്ക് തിരിയുന്നു, മനുഷ്യരിലേക്ക് തിരിയുന്നു. ക്രിസ്തുവിലേക്കല്ല തിരിയുന്നത്. എക്കാലത്തും പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും അപ്പോസ്തലൻ പറയുന്നു, ജനം തിരിയുന്നു, മനുഷ്യരിലേക്ക് തിരിയുന്നു. പഴയ നിയമകാലത്ത് പ്രവാചകൻ പറഞ്ഞു, ജനം ആഘോഷങ്ങളിലേക്കും പെരുന്നാളുകളിലേക്കും ദേവാലയത്തിലെ ഘോഷയാത്രയിലേക്കെല്ലാം തിരിയുന്നു, ദൈവത്തിങ്കിലേക്കല്ല തിരിയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മാനസാന്തരപ്പെട്ടവരാണോ? നിങ്ങൾ എങ്ങോട്ടാ തിരിഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഹൃദയത്തിൽ മാനസാന്തരം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ആരിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ആരെയാണ് നോക്കുന്നത്? ആരാണ് നിങ്ങൾ രക്ഷിച്ചത്? ആരാണ് നിങ്ങൾക്ക് വില കൊടുത്തത്? ആരാണ് നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയത്? നിങ്ങൾ എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്? 14:18 വായിക്കാം. അവർ ഇങ്ങനെ പറഞ്ഞ് തങ്ങൾക്ക് യാഗം കഴിക്കാതെ വണ്ണം പുരുഷാരത്തെ പ്രയാസത്തോടെ തടുത്തു. They with difficulty prevented them to worship these men, mere men. മനുഷ്യനെ പൂജിക്കാതെ മനുഷ്യനെ വിഗ്രഹമായി കാണാതെ ക്രിസ്തുവിലേക്ക് തിരിയാനായിട്ട് വളരെ വേദനയോടെ പ്രയാസത്തോടെ അപ്പോസ്തലൻ അവരെ തടഞ്ഞു എന്ന് നാം വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ മാമോദീസാക്കി അച്ഛൻ ആരാണ് എനിക്കറിയാൻ മേല. പരിശുദ്ധ മൂറോൻ കൊണ്ട് എന്നെ പൂശി അച്ഛൻ ആരാണെന്ന് എനിക്കറിയാൻ മേല. അച്ഛനെ അറിഞ്ഞാലും കാര്യമില്ല, എന്ന് ജീവിച്ചിരിക്കാൻ ഒരു സാധ്യതയില്ല. പക്ഷേ ഞാൻ ഇന്നൊരു ക്രിസ്ത്യാനിയാണ്. 35-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ട ഒരു ക്രിസ്ത്യാനിയാണ്. എ ബോൺ അഗൈൻ ക്രിസ്ത്യന്. എൻ്റെ വിവാഹം നടത്തിയ അച്ഛൻ മരിച്ചുപോയി. പക്ഷെ ഞാനും എൻ്റെ ഭാര്യയും ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നു. ജീവനുള്ള ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ സ്നേഹിച്ചും ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. എനിക്ക് മാനസാന്തരത്തിൻ്റെ വചനം തന്ന് ആത്മാവിൽ എന്നെ വളർത്തിയ പ്രിയപ്പെട്ട യോഹന്നാൻ സാർ കടന്നുപോയി. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിലൂടെ, വിശുദ്ധ വേദപുസ്തകത്തിലൂടെ എന്നെ നടത്തുന്നു, നമ്മളെ നടത്തുന്നു. ദൈവമക്കളെ, മനുഷ്യരല്ല ചെയ്യുന്നത്. എന്നെ മാമോദീസ കൂദാശികളിലൂടെ മനുഷ്യരല്ല ചെയ്തത്, പരിശുദ്ധാത്മാവാണ് ചെയ്തത്. പരിശുദ്ധാത്മാവാണ് മാമോദീസ മുക്കിയത്, പരിശുദ്ധാത്മാവാണ് മൂറം പൂശിയത്, പരിശുദ്ധാത്മാവാണ് വിവാഹം നടത്തി തന്നത്, പരിശുദ്ധാത്മാവാണ് എനിക്ക് മാനസാന്തരത്തിൻ്റെ വചനം തന്നത്. മനുഷ്യരെ ദൈവം ഉപയോഗിച്ചു എന്ന് മാത്രം. ഉപയോഗിച്ച മനുഷ്യൻ കടന്നു പോകും, പക്ഷേ പരിശുദ്ധാത്മാവാണ് അതെല്ലാം ചെയ്യുന്നത്. ഈ കൂദാശകളിലൂടെ, പ്രിയപ്പെട്ടവർ, ഈ വചനത്തിലൂടെ എനിക്ക് കിട്ടിയത് എന്താണ്? നിങ്ങൾക്ക് എന്താ കിട്ടിയത്? നിങ്ങൾ ഓർത്തു നോക്കണം. എനിക്ക് കിട്ടിയത് എന്താണെന്ന് വേദപുസ്തകത്തിലൊരു വചനത്തിലൂടെ ഞാൻ പറഞ്ഞു തരാം. 2 കൊരിന്ത്യർ 5-ാമത്തെ വാക്യം വായിക്കാം. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. എന്താണ് ഇതിന്റെ അർത്ഥം? നിത്യനായ ദൈവം ഒരു കാര്യം മുന്നമേ പ്ലാൻ ചെയ്തു, എന്നെ ഒരു ദൈവവേദലാക്കണം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്നവന്, മദ്യപാനവും അശുദ്ധിയും കോപവും ആക്രോശവും വേണ്ടാതീനവും എല്ലാം ഉണ്ടായിരുന്ന എന്നെ ഒരു ദൈവവേദലാക്കണമെന്ന് ദൈവം തീരുമാനിച്ചു. അത് പിതാവായ ദൈവം തീരുമാനിച്ച കാര്യമാണ്. മനുഷ്യരാരും തീരുമാനിച്ചതല്ല, എൻ്റെ വീട്ടുകാർ തീരുമാനിച്ചതല്ല, എൻ്റെ പള്ളിക്കാർ തീരുമാനിച്ചതല്ല, എൻ്റെ കൂട്ടായ്മക്കാർ തീരുമാനിച്ചതല്ല. ദൈവം തീരുമാനിച്ച കാര്യമാണ് എന്നെ ഒരു ദൈവവേദലാക്കണം. എന്താണ് ഇതിനുള്ള വഴി? എന്താണ് അതിനുള്ള വഴി? അത് ദൈവം തന്നെ തീരുമാനിച്ചു. അതിനുള്ള വഴി എന്താണ്? ദൈവം തന്നെ തീരുമാനിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനെ, അഥവാ പാപം അറിയാത്തവനെ, ഞാൻ അവനിൽ ദൈവത്തിൻ്റെ നീതിയാകണം, അഥവാ ഞാനൊരു ദൈവവേദലായി തീരേണ്ടതിന് പാപം അറിയാത്തവനായ ക്രിസ്തുവിനെ ജീവനുള്ള ദൈവം എനിക്ക് വേണ്ടി പാപമാക്കി അവനെ കാൽവരിയിൽ തൂക്കി. ഞാൻ പറഞ്ഞിട്ടല്ല, ഞാൻ നിലവിളിച്ചിട്ടല്ല, എൻ്റെ അമ്മ നിലവിളിച്ചിട്ടല്ല, എൻ്റെ കൂട്ടായ്മക്കാർ നിലവിളിച്ചിട്ടില്ല. ദൈവം മുന്നമേ നിശ്ചയിച്ചു. ദൈവം എന്നെ സ്നേഹിച്ചു. ദൈവം നിങ്ങളെ സ്നേഹിച്ചു. പ്രിയപ്പെട്ട സഹോദര, ദൈവം നിന്നെ സ്നേഹിച്ചു. പ്രിയപ്പെട്ട സഹോദരി, നീ ഏത് ജാതിയിൽപ്പെട്ടതായാലും, നീ കയ്യിൽ 10 പൈസയില്ലാത്തൊരു വിധവയായാലും ശരി, ദൈവം നിന്നെ സ്നേഹിച്ചു. നിന്നെ ഒരു ദൈവവേദലാക്കാൻ ദൈവം തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഈ വചനം നിന്നോട് പറയുന്നത്. നിത്യനായ ദൈവം തീരുമാനിച്ചു, നിന്റെ സ്വർഗത്തിലിരുത്താൻ തീരുമാനിച്ചിട്ട് ദൈവം നിനക്ക് മാനസാന്തരം തരാൻ തീരുമാനിച്ചുകൊണ്ട് എന്താണ് ദൈവം ചെയ്തത്? ദൈവം ചെയ്തത് എന്നെ സഭയിലാക്കുകയല്ല ചെയ്തത്. ദൈവം ചെയ്തത് എന്നെ സ്വർഗത്തിലിരുത്താൻ വേണ്ടി, എന്നെ മകനാക്കാൻ വേണ്ടി ദൈവം ചെയ്തത് എന്നെ ഒരു സഭയിലാക്കുകയല്ല ചെയ്തത്, എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിക്കുകയല്ല ചെയ്തത്. പ്രിയപ്പെട്ടവരെ, എന്നെ
ശമ്പളം മേടിക്കാനല്ല വിട്ടത്. എന്നെ ദൈവം എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത്? എന്നെ സ്വർഗത്തിലിരുത്താൻ വേണ്ടി ദൈവം ചെയ്ത കാര്യം എന്താണ്? യേശുവിനെ എനിക്ക് പകരമായി കാൽവരിയിൽ തകർത്തു കളഞ്ഞു. അവൻ്റെ രക്തത്താൽ അവൻ എന്നെ മകനാക്കി തീർത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ദൈവത്തോട് നിരപ്പാകണം, നീ ദൈവത്തോട് നിരപ്പാകണം, നീ ദൈവത്തോട് ഇണങ്ങണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് വാസ്തവത്തിൽ തന്നത്, ഇതാണ് വാസ്തവത്തിൽ ദൈവം ചെയ്തത്. ഇത് മറന്നു പോകരുത്. ഈ ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അബ്രഹാമൻ ദൈവത്തെ സ്നേഹിച്ചു. ഇസ്ഹാക്ക് വന്നു കഴിഞ്ഞപ്പോൾ സ്നേഹം കുറഞ്ഞു. ദൈവം അബ്രഹാമിനോട് ഇടപെട്ടു, വിഗ്രഹത്തെ മാറ്റാൻ പറഞ്ഞു. അബ്രഹാം മാറ്റി. കാലാകാലങ്ങളിൽ വിഗ്രഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. മോശയുടെ കാലത്ത് അഹരോൻ വിഗ്രഹം ഉണ്ടാക്കി. പുറപ്പാടിൻ്റെ കാലത്ത്, കാരണം ദൈവത്തിനോടുള്ള സ്നേഹം കുറഞ്ഞു, വിഗ്രഹമുണ്ടായി. മോശ എന്ത് ചെയ്തു? വിഗ്രഹം ഉണ്ടാക്കി. ആ വിഗ്രഹത്തെ മോശ എന്ത് ചെയ്തു? ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ പാപമായ കാളക്കുട്ടിയെ ഞാൻ എടുത്ത് തീയിലിട്ട് ചുട്ട് നന്നായി അരച്ച് നേരിയ പൊടിയാക്കി പൊടി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുന്ന തോട്ടിൽ ഇട്ട് കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ജനത്തിന്റെ ഹൃദയത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവം ആത്മാവിൽ ദൈവത്തിന്റെ മക്കളെ ഉപയോഗിച്ച് ആ വിഗ്രഹങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കും. എല്ലാ കാലത്തും വിഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നാം ഓരോരുത്തരുടെയും, നമ്മുടെ ഉള്ളിൽ നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ജോലി, ഇതെല്ലാം വിഗ്രഹങ്ങളായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ദൈവദിനത്തിന്റെ മുമ്പിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് വിഗ്രഹങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കും. മോശ അഹ്റോനും കൂട്ടരും ഉണ്ടാക്കിയ ആ വിഗ്രഹത്തെ മാറ്റിക്കളഞ്ഞു. കാലാകാലങ്ങളിൽ പിന്നെയും വിഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ദൈവമക്കളെ, നാം എപ്പോഴും ഓർക്കണം, വിഗ്രഹങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകും, ആത്മീയ ജീവിതത്തിൽ. അതിനെയെല്ലാം കാലാകാലങ്ങളെ മാറ്റിയെടുക്കാനുള്ള ഉത്തരവാദിത്വം അത് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. യേശുവിനോടുള്ള സ്നേഹം കുറയരുത്. അതിൻ്റെ പിന്നിൽ വേറെ താല്പര്യങ്ങളൊന്നുമില്ല. ക്രിസ്തുയേശുവിനോടുള്ള സ്നേഹം കുറയരുത്. ദൈവത്തോടുള്ള സ്നേഹം കുറയരുത്. ദൈവമാണ് വില കൊടുത്തത്, ക്രിസ്തുവാണ് രക്തം ചിന്തിയത്, അവൻ്റെ രക്തം കൊണ്ടാണ് എന്നെ വീണ്ടെടുത്തത്. അവനോടുള്ള സ്നേഹം കുറയരുത്. അതുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. നിങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകമെല്ലാം വായിച്ചാൽ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ജനം പലതും ഉടച്ചു കളഞ്ഞു. അവരുടെ ദേവാലയത്തിൽ തന്നെയുള്ള പലതും പിൽക്കാലത്ത് ജനം തകർത്തു കളഞ്ഞു. കാരണം അവരെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായ സകലത്തെയും ജനം മാറ്റിക്കൊണ്ടിരുന്നു. ദൈവമക്കളെ, എല്ലാ കാര്യവും ഞാൻ എളിമയോടെ ഓർക്കാറുണ്ട്. കന്യാമറിയാമിനോട് ഗർഭിണിയർ മാലാഖ വന്ന് പറഞ്ഞു, നീ ഗർഭിണിയാകും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നിരുദരത്തിൽ ഒരു കുഞ്ഞ് പിറക്കും, അവൻ യേശു എന്ന് പേർ വിളിക്കണം, അവൻ ജനത്തെ പാപത്തിൽ രക്ഷിപ്പാനിരിക്കുന്നതാകൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. ഇത് കേട്ടിട്ട് ദേവാലയത്തിൽ നിന്ന്, യെരുശലേം ദേവാലയത്തിലെ മഹാപുരോഹിതനോട് കന്യാമറിയാം പറഞ്ഞിരുന്നെങ്കിൽ എന്തു പറ്റുമായിരുന്നു? എൻ്റെ അടുക്കൽ ഒരു മാലാഖ വന്നു, ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു എന്നെല്ലാം ചെന്ന് മഹാപുരോഹിതനോട് കന്യാമറിയാം ചെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തു പറ്റുമായിരുന്നു? അപ്പോഴേ കല്ലെറിഞ്ഞ് തീർത്തു കളയുമായിരുന്നു. കല്ലെറിഞ്ഞ് തീർത്തു കളയുമായിരുന്നു. അവൾ മിണ്ടിയോ? മിണ്ടിയില്ല. പ്രിയപ്പെട്ടവരെ, നാം വായടച്ച് നിരീക്ഷിക്കേണ്ട സമയങ്ങളുണ്ട്. ആത്മീയ അനുഭവങ്ങളൊക്കെയാണ്, ആത്മീയമായ തിളപ്പൊക്കെയാണ്. പക്ഷേ വായടച്ച് സൂക്ഷിക്കേണ്ടടുത്ത് വായടച്ച് സൂക്ഷിച്ചില്ലെങ്കിൽ കേടുവരും. വായടച്ച് നിൽക്കേണ്ടടുത്ത് വായടച്ച് നിന്നില്ലെങ്കിൽ കേടുവരുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. എല്ലാത്തിനും അതിന് ഉചിതമായ സമയമുണ്ട്. ആ സമയത്താണ് പറയേണ്ടത് പറയാൻ പാടുള്ളൂ. നമുക്ക് വായിച്ചു നോക്കാം അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യം. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. എല്ലാ കാലത്തും സുവിശേഷം നിലനിൽക്കണമെങ്കിൽ, ക്രിസ്തുവിന്റെ സുവിശേഷം നിലനിൽക്കണമെങ്കിൽ അതിനുവേണ്ടി അപമാനമേൽക്കാനും തയ്യാറുള്ളവരുണ്ടാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വലിയൊരു കൂട്ടം നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നുള്ളതാണ് ഈ പാവപ്പെട്ട അടിയന് കിട്ടുന്ന സന്തോഷം. അങ്ങനെ വലിയൊരു സമർപ്പണമുള്ള കൂട്ടരുണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട്. സുവിശേഷത്തിന് വേണ്ടി എന്താണ് നാം വായിച്ചത്? തിരുനാമത്തിനു വേണ്ടി അപമാനമേൽക്കാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ എന്ത് ചെയ്തു? സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. സന്തോഷിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ.
സുവിശേഷത്തിന് വേണ്ടി നിന്നതിൻ്റെ പേരിൽ അപമാനം. നാം എത്രയോ സാക്ഷ്യങ്ങൾ കേട്ടു. അതിവേദനയോടെ കടന്നുപോയ ദൈവമക്കളുടെ സാക്ഷ്യങ്ങൾ. ഞാൻ ഈ അടുത്ത നാളിൽ 6ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുഞ്ഞുങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു. ലോകത്തുള്ള സകലമാന മനുഷ്യരുടെയും വേദപുസ്തകം വായിക്കാൻ കൊടുത്തിരുന്നെങ്കിൽ എന്ത് പറ്റുമായിരുന്നു എന്ന്. 6ലും 8ലും പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്, നമ്മുടെയൊക്കെ കൂട്ടത്തിലുള്ള കുഞ്ഞുങ്ങളാണ്. അവർ പറഞ്ഞു എല്ലാവരുടെയും സ്വഭാവം മാറുമായിരുന്നു. 6ലും 8ലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സ്വഭാവം മാറുമായിരുന്നു. വേറെ മതമുണ്ടാകുമെന്നോ സഭയുണ്ടാകുമെന്നോ അല്ല കുഞ്ഞുങ്ങൾ പറയുന്നത്, സ്വഭാവം മാറുമായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. കാരണം അവർ പഠിച്ചു, ദൈവത്തിൻ്റെ വചനം കേട്ട്, വേദപുസ്തകം വായിച്ച് പഠിച്ച് ദൈവത്തിൻ്റെ വചനം കേട്ട് വളർന്നു വന്നാൽ സ്വഭാവം മാറുമെന്ന് അത്രയും കുഞ്ഞുങ്ങൾ പഠിച്ചു. അഭിമാനിക്കത്തക്കതല്ലേ പ്രിയപ്പെട്ടവരെ? തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിപ്പാൻ വകയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഭാവിക്ക് പ്രത്യാശയുണ്ട്. കാരണം അവർ വചനത്തിൽ ഉറച്ചാണ് വരുന്നത്. സുവിശേഷത്തിലേക്ക് തിരിയണം. എങ്ങനെയാണ് തിരിയേണ്ടത്? ദൈവമക്കളെ, എങ്ങനെയാണ് തിരിയേണ്ടത്? നമുക്ക് വേഗത്തിൽ ചിന്തിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 12ാം അധ്യായം. എങ്ങനെയാണ് മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടത്? എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത്? എങ്ങനെയാണ്? യോഹന്നാൻ 1:12 വായിക്കാം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ തിരിയേണ്ടത്? ദൈവം എനിക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നിങ്ങൾക്കുമുണ്ട് ആ സ്വാതന്ത്ര്യം. എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. എന്താണ് ആ സ്വാതന്ത്ര്യം? എൻ്റെ ഇഷ്ടം വേണ്ട, ദൈവ ഇഷ്ടം മതിയെന്ന് വയ്ക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം നമുക്കെല്ലാവർക്കും തന്നിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം നാം ഉപയോഗിക്കണം. അധികാരം തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അധികാരം തന്നിട്ടുണ്ട്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം തന്നിട്ടുണ്ട്. അധികാരം അത് നിങ്ങൾ ഉപയോഗിക്കണം. ഒരു സ്വാതന്ത്ര്യം, ഒരു അധികാരം ദൈവം തന്നിട്ടുണ്ട്. സ്വന്തം ഇഷ്ടം വേണ്ട, ദൈവ ഇഷ്ടം മതി. ആ അധികാരം നിങ്ങൾ ഉപയോഗിക്കണം. രണ്ടാമത് ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. എന്നെ ആര് ഭരിക്കണം? എന്നെ ആര് നിയന്ത്രിക്കണം? ആരാണ് എന്നെ നിയന്ത്രിക്കേണ്ടത്? മദ്യമാണോ നിയന്ത്രിക്കേണ്ടത്? ബ്ലൂ ഫിലിമാണോ എന്നെ കൺട്രോൾ ചെയ്യേണ്ടത്? പ്രേമമാണോ എന്നെ നിയന്ത്രിക്കേണ്ടത്? പണമാണോ എന്നെ കൺട്രോൾ ചെയ്യേണ്ടത്? കുശുമ്പും കുന്നായ്മയുമാണോ എന്നെ നിയന്ത്രിക്കേണ്ടത്? പ്രതികാരവും വഴക്കുമാണോ എന്നെ നിയന്ത്രിക്കേണ്ടത്? അതോ ക്രൂശിലെ സ്നേഹം കാണിച്ചു തന്ന യേശുവാണോ എന്നെ നിയന്ത്രിക്കേണ്ടത്? 2 കാര്യം. 1, എൻ്റെ ഇഷ്ടമാണോ ദൈവത്തിൻ്റെ ഇഷ്ടമാണോ? 2, ആരാണ് എന്നെ ഭരിക്കേണ്ടത്, ആരാണ് എന്നെ നിയന്ത്രിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്കുമുണ്ട്. നിങ്ങൾ ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ അധികാരം ഉപയോഗിക്കണം. നിങ്ങൾ ദൈവമക്കളായി തീരുവാനുള്ള അധികാരം നിങ്ങൾ ഉപയോഗിച്ചാൽ ദൈവം തൻ്റെ അധികാരം ഉപയോഗിക്കും. ദൈവം എന്തെല്ലാം അധികാരമാണ് ദൈവം ഉപയോഗിക്കുന്നത്? മർക്കോസ് 2:10 പറയുന്നത് പോലെ പാപങ്ങളെ മോചിപ്പാനുള്ള അധികാരം യേശുവിനുണ്ട്. നിങ്ങൾ ദൈവമക്കളായി തീരാൻ അധികാരം ഉപയോഗിച്ചാൽ ദൈവം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിപ്പാനുള്ള അധികാരം ദൈവം ഉപയോഗിക്കും. നിങ്ങളുടെ പാപം മാറും, നിങ്ങളുടെ പാപം ക്ഷമിച്ച് കിട്ടും, നിങ്ങളുടെ മനസ്സാക്ഷി കുത്ത് മാറും. നിങ്ങൾ നാളുകളായി വലയുന്നതായ നിങ്ങളുടെ കഴിഞ്ഞകാല പാപത്തിൻ്റെ വേദന നിങ്ങൾക്ക് മാറിക്കിട്ടും. കാരണം ക്രിസ്തു നിങ്ങളുടെ പാപം ക്ഷമിക്കും. രണ്ടാമത് മർക്കോസ് 4:41 നമുക്കന്ന് വായിച്ച് കേൾക്കാം. അവർ വളരെ ഭയപ്പെട്ടു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അധികാരമുള്ളവനാണ് അവൻ. അവൻ കാറ്റിനെയും കടലിനെയും അധികാരമുള്ളവനാണ്, ഇതിനുമേൽ അധികാരമുള്ളവനാണ്. നിങ്ങൾ ദൈവമക്കളായി തീരുവാനുള്ള അധികാരം ഉപയോഗിച്ചാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ അടക്കാനുള്ള അധികാരം അവൻ ഉപയോഗിക്കും. നിങ്ങളുടെ ബാഹ്യമായ ജീവിതത്തിലെ, നിങ്ങളുടെ ആന്തരിക ജീവിതത്തിലെ, നിങ്ങളുടെ ഭവനങ്ങളിലെ, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വേദനകളെ മാറ്റാനുള്ള അധികാരം ദൈവം ഉപയോഗിക്കും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നിങ്ങൾ ആദ്യ അധികാരം ഉപയോഗിക്കണം. ഞാനൊരു ദൈവവേദലായിത്തീരും, ഞാനൊരു ദൈവവേദലായി ജീവിക്കും, ഞാൻ പാപത്തെ ഉപേക്ഷിക്കുന്നു, ഞാൻ എൻ്റെ ഇഷ്ടം താഴെ വയ്ക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ എൻ്റെ ഇഷ്ടം താഴെ വയ്ക്കുന്നു, എൻ്റെ സ്വന്തം താല്പര്യങ്ങൾ താഴെ വയ്ക്കുന്നു, എൻ്റെ സ്വന്തം ആർഗ്യുമെൻറ്റ്സ് താഴെ വയ്ക്കുന്നു, എൻ്റെ സ്വന്തം വിചാരങ്ങൾ താഴെ വയ്ക്കുന്നു. കർത്താവേ, ഞാൻ അധികാരത്തോടെ ചെയ്യുന്നു, ഞാൻ ഉപേക്ഷിക്കുന്നു, അതെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു.
പകരം എനിക്കെന്താണ് വേണ്ടത്? എന്നെ ആര് ഭരിക്കണം? എന്നെ പരിശുദ്ധാത്മാവ് ഭരിച്ചാൽ മതി, എനിക്ക് സമ്മതമാണ്. യേശു എന്നെ ഭരിച്ചാൽ മതി, പരിശുദ്ധാത്മാവ് എന്നെ നിയന്ത്രിച്ചാൽ മതി. ആ അധികാരം നിങ്ങൾ മനസ്സോടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങൾ ചിന്നിയവരും കുഴഞ്ഞവരും വേദനിക്കുന്നവരുമാണ്, നിങ്ങൾക്ക് ആ അധികാരം ഉപയോഗിക്കാം. കർത്താവേ, എൻ്റെ ഇഷ്ടം വേണ്ട, എൻ്റെ ഇഷ്ടം വേണ്ട, എൻ്റെ താല്പര്യം വേണ്ട. എനിക്ക് കർത്താവേ, നീ എന്നെ ഭരിച്ചാൽ മതി, നീ എൻ്റെ കുടുംബം നടത്തി തന്നാൽ മതി, നീ എൻ്റെ കുടുംബം നോക്കിയാൽ മതി, നീ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിയാൽ മതി, നീ എൻ്റെ രോഗക്കിടക്കയിലുണ്ടായാൽ മതി, നീ എൻ്റെ മരണക്കിടക്കയിലുണ്ടായാൽ മതി, നീ എൻ്റെ ഭർത്താവിനെ സൂക്ഷിച്ചാൽ മതി, നീ എൻ്റെ ഭാര്യയെ കാത്താൽ മതി. പ്രിയപ്പെട്ട ദൈവത്തിലെ, നിങ്ങൾക്ക് ആ തീരുമാനമെടുക്കാമെന്നുണ്ടെങ്കിൽ ദൈവം ഇന്ന് അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങൾ അധികാരത്തോടെ അവനെ ഏൽപ്പിച്ചാൽ അവൻ അവൻ്റെ അധികാരം ഉപയോഗിക്കും. നിങ്ങളുടെ പാപങ്ങൾ മാറിക്കിട്ടും, നിങ്ങളുടെ മഹാപാപങ്ങൾ ക്ഷമിച്ച് കിട്ടും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെയ്തു കൂട്ടിയ മഹാപാപങ്ങൾ ഇപ്പോൾ ക്ഷമിച്ച് കിട്ടും. കാരണം യേശുവിൻ്റെ വിലയേറിയ രക്തം ഈ വചനത്തിലൂടെ വ്യാപരിക്കുന്നുണ്ട്. അവൻ്റെ പുണ്യാഹ രക്തത്തിൻ്റെ കഴിയലാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ തോളുകളെ വിരട്ടി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ വചനത്തിൻ്റെ ആത്മാവാണ് കടന്നു വരുന്നത്. നിങ്ങളുടെ ഹൃദയത്തിലെ പാപമാലിന്യങ്ങൾ മാറുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ പാപമാലിന്യങ്ങൾ മാറുകയാണ്. ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ ലൂസ്ത്രയിലെ മുടന്തനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നാം വായിക്കുന്നു, പത്രോസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ജന്മനാ മുടന്തനാണ്. ജന്മ വൈകല്യമുള്ളവരുണ്ട്, പഠന വൈകല്യങ്ങളുള്ളവരുണ്ട്, ബുദ്ധി വൈകല്യങ്ങളുള്ളവരുണ്ട്. അവിടെ രക്ഷിക്കാനായിട്ട് യേശുവിന് കടന്നു വരാൻ ആഗ്രഹമുണ്ട്. ജന്മനായുള്ള വൈകല്യങ്ങളെ മാറ്റണമേ, പഠന വൈകല്യങ്ങളെ മാറ്റണമേ, ബുദ്ധി വൈകല്യങ്ങളെ മാറ്റണമേ, തകർച്ചകളെ മാറ്റണമേ, ബുദ്ധിഭ്രമം മാറ്റണമേ, രോഗങ്ങളെ മാറ്റണമേ. ജന്മനാ വൈകല്യങ്ങളെ തകർക്കുന്ന ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്തിന്റെ ആത്മാവാണ് വ്യാപരിക്കുന്നത്. തീരുമാനമെടുക്കാവോ, സമർപ്പണമെടുക്കാവോ? വ്യർത്ഥ കാര്യങ്ങളോട് യാത്ര പറയുന്നു, വ്യർത്ഥമായതിനോടെല്ലാം യാത്ര പറയുന്നു. യേശുവേ, എനിക്കിനി മധ്യസ്ഥൻ നീ മാത്രമാണ്. യേശുവിന്റെ വലിയ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ തീരുമാനിക്കുന്നു. മാത്രമല്ല, എനിക്കൊരു പരിശുദ്ധനായി ജീവിച്ചാൽ മതി. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ ഇപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ ഒന്ന് വിളിക്കാം, ഓടി വരാൻ വേണ്ടി ഒന്ന് വിളിക്കാം, കടന്നു വരാൻ വേണ്ടി ഒന്ന് വിളിക്കാം. കർത്താവേ, ജന്മനാ വൈകല്യമുള്ളവര്, ജന്മനാ വിഷമിക്കുന്നവര്, ജന്മനാ വൈകല്യമുള്ളവര്, പഠന വൈകല്യമുള്ളവര് ഇരിക്കുന്നല്ലോ. കർത്താവേ, നിന്റെ സൃഷ്ടിയല്ലോ, നിന്റെ കൈപ്പണിയല്ലോ, നീ മനഞ്ഞതല്ലോ. രക്തം പുരണ്ട കരം കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ഒന്ന് തൊടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നിന്റെ വലിയ രക്തം കൊണ്ട് ആ ബുദ്ധിയെ ഒന്ന് തൊടണമേ, ആ തലച്ചോറിനെ സ്പർശിക്കണമേ, ജന്മനാ വൈകല്യങ്ങളൊന്ന് മാറ്റണമേ. വിശ്വാസം വരുന്നുണ്ട് എന്ന് ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ കണ്ടപ്പോൾ പൗലോസ് പറഞ്ഞു, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിലെ സമർപ്പണം വരുന്നുണ്ടോ? സമർപ്പണം ഉണ്ടാകുന്നുണ്ടോ? തീരുമാനം വരുന്നുണ്ടോ? ആ കുഞ്ഞുങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഇവിടെ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെത്താൻ പ്രാർത്ഥിക്കാൻ അറിയാൻ മേലാത്തവർക്ക് വേണ്ടി, തന്നെത്താനെ തകർച്ച കിട്ടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും അപ്പന്മാരോ അമ്മമാരോ സ്വന്തക്കാരോ ചാർച്ചക്കാരോ പ്രിയപ്പെട്ടവരോ രക്ഷിക്കപ്പെട്ട മക്കളുണ്ടോ? ഉണ്ടെങ്കിൽ അവർ കരങ്ങളൊന്ന് ഉയർത്തട്ടെ. കർത്താവേ, കടന്നു വരണമേ, കർത്താവേ, കടന്നു വരണമേ. ജന്മ വൈകല്യങ്ങളെ മാറ്റണമേ, പഠന വൈകല്യങ്ങളെ മാറ്റണമേ, സാത്താന്റെ കോട്ടകളെ തകർക്കണമേ, സുവിശേഷത്തിലേക്ക് തിരിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു അത്ഭുതം പ്രവർത്തിക്കട്ടെ. യേശു പ്രവർത്തിച്ചു കഴിഞ്ഞു, യേശു അത്ഭുതം ചെയ്തു കഴിഞ്ഞു, യേശു തൊട്ട് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവൻ സമാധാനത്തിന്റെ ദൈവമാണ്. സർവമഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രം, എല്ലാ മഹത്വവും യേശു ക്രിസ്തുവിന് മാത്രം. കരങ്ങളെ താഴ്ത്തിയിടാം. ദൈവത്തിന് സ്തോത്രം.